നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഇന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് BJP നടത്തിയ ഒരു വമ്പൻ കുതിച്ചുചാട്ടം കേരളം എന്തായാലും മറന്നിട്ടില്ല. വലിയൊരു ചരിത്ര നേട്ടം തന്നെയാണ് BJP സംസ്ഥാനത്ത് ഉണ്ടാക്കിയത്, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ ഉണ്ടാക്കിയത്. അന്ന് BJP മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനമുണ്ട്, ജനങ്ങളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തലസ്ഥാന നഗരി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. മാത്രമല്ല, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച കോർപ്പറേഷനിൽ ഒന്നായി നമ്മുടെ തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കും എന്നായിരുന്നു BJP അന്ന് പറഞ്ഞത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അത് കൃത്യമായി മാധ്യമങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ആ വാഗ്ദാനം നിറവേറ്റാനുള്ള സമയമായിരിക്കുന്നു. ആ വാഗ്ദാനം ഇന്ന് നിറവേറ്റുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BJPയുടെ നല്ല ഒന്നാം തരം സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു ഈ എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ ഭരിക്കുന്ന 2020 എന്ന ആ പാർട്ടി NDA മുന്നണിയുടെ ഭാഗമായിട്ട് മാറുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ്. മാത്രവുമല്ല, ഇന്ന് ഈ 2020യുടെ പ്രധാനപ്പെട്ട നേതാവ് സാബുവും ജേക്കബും ഒക്കെ ഇന്ന് നരേന്ദ്രമോദിയുമായി വേദി പങ്കിടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായി തന്നെ ഒരു വലിയ ട്വിസ്റ്റ് നടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഈ പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമ്പോൾ കേരളത്തിനായി അനുവദിച്ച വിവിധ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങും ഇന്ന് നടക്കുന്നു. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 7 മണി മുതൽ, അതായത് ഈ സമയം മുതൽക്ക് തന്നെ ഉച്ചയ്ക്ക് 2 മണി വരെ നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വിശേഷം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഹൈക്കമാൻഡുമായുള്ള ചർച്ചകളും ഇന്ന് ഡൽഹിയിൽ നടക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്.